വണ്ടിക്കകത്ത് ഭയങ്കര വിറയിൽ കേട്ടാ. എന്നും പറഞ്ഞാണ് കസ്റ്റമറുടെ വന്നത്. അത്യാവശ്യം പ്രായമുള്ളൊരു ചേട്ടനാണ്ടാ. വണ്ടിക്കകത്ത് മോനെ ഭയങ്കര വിറയില എന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ ശരിയാണ്, ഞാൻ കയറി നോക്കി വണ്ടി നല്ലോണം വിറയ്ക്കുന്നുണ്ട്, വണ്ടിക്കകത്ത് കയറിക്കുമ്പോൾ നല്ലോണം വിറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ മിസ്സിങ്ങാന്ന് വിചാരിച്ചേ. പക്ഷേ അതല്ല, പുള്ളി പറഞ്ഞ് കറക്റ്റ് ആയ വിറയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കണ്ടോ, നീ കാണുന്ന ഒരു എഞ്ചിൻ മൗണ്ടാണ്, സി മൗണ്ട് എന്ന് പറയും കണ്ടോ. ഈ മൗണ്ട് പൊട്ടിയിട്ടാണ് വണ്ടിക്കകത്തോട്ട് നല്ല വൈബ്രേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൗണ്ട് മാറ്റി പുതിയ മൗണ്ട് പിടിപ്പിച്ചിട്ട് ആളെ ഞാൻ വിളിച്ചകത്തേക്ക് ഇരുത്തി. പറഞ്ഞ് മോനെ ഇപ്പോൾ അടിപൊളിയായി, നേരത്തെ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, എ സിൻ്റെ ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പോൾ സാധനം കഴിഞ്ഞത് മാറിക്കഴിഞ്ഞ് വണ്ടി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി ഭയങ്കര മോശവസ്ഥ ആയതുകൊണ്ട് ഞാൻ വിളിച്ച് വണ്ടിക്ക് പഴക്കം വന്നുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി വിൽക്കാമെന്നൊക്കെ വിചാരിച്ചാണ് എന്നൊക്കെയാണ് ആളെന്നോട് പറഞ്ഞത്. സംഭവം കംപ്ലയിൻറ്റ് നിസ്സാരമാണ്, ഈ ഒരു കേസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര ഉള്ള കേസ്, വണ്ടി ഇതിനോട് വിൽക്കൊന്നും വേണ്ട, നല്ല വണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളില്ല, ഇനി ഞാൻ വണ്ടി വിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി പോയെങ്ങനെ. അത് പ്രായമുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ കംപ്ലയിൻ്റ് ആയിരുന്നു ഈ എഞ്ചിൻ മൗണ്ട്. അപ്പോൾ അതായിരുന്നു വൈബ്രേഷൻ അതൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് വണ്ടി തന്നെ പക്ക സ്മൂത്തായി. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി പോയേട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ.